ഹരേ കൃഷ്ണ. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെ ശ്രീലകത്ത് നെയ്വിളക്കുകളുടെ സ്വർണ്ണപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന ആ വിശ്വരൂപത്തെ ഒന്ന് നോക്കി നോക്കൂ. ഇന്ന് ഉച്ചപൂജയ്ക്ക് ഭഗവാൻ നമുക്ക് ദർശനം നൽകുന്നത് അതീവ കൗതുകം ഉണർത്തുന്ന ഒരു കൊച്ചു ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിലാണ്. കണ്ടാൽ കൊതി തീരാത്ത അത്രയും ലാളിത്യവും ഐശ്വര്യവും തുളുമ്പുന്ന ഒരു പൊന്നുണ്ണി കണ്ണനാണ്. ഭക്തർക്ക് അഭയമേകുന്ന ആ പിഞ്ചു പാദങ്ങളിൽ തിളങ്ങുന്ന പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ ഓരോ ചുവടുവെപ്പിലും മുഴങ്ങുന്ന ആ കിലുക്കം നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ അകറ്റുന്നതാണ്. ഇന്നത്തെ അലങ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഭഗവാന്റെ കൈകളിലെ വസ്തുക്കളാണ്. 2 കൈകളും മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് ഉണ്ണി. സാധാരണയായിട്ട് ഭഗവാൻ ഓടക്കുഴല് ചുണ്ടോട് ചേർക്കുകയോ പിന്നെ വെണ്ണയുറ കയ്യിൽ പിടിക്കുകയോ ഒക്കെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ന് ഭഗവാൻ വലത് കയ്യിൽ വെണ്ണയുരുളയും ഇടത് കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് രണ്ടും തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. വെണ്ണയും വേണുവായിട്ട് രണ്ടും മാറോട് ചേർത്ത് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണ് ഇന്നത്തെ അലങ്കാരം. മഞ്ഞ പട്ടിൽ തീർത്ത ഒരു കൗബീനം ഉടുത്തിട്ടുണ്ട്, പട്ടുകോണം. അരഞ്ഞാണത്തിന് മുകളിലായിട്ട് കുഞ്ഞു വയറിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്ന കിങ്ങിണിമാലയുണ്ട്. അത് ഉണ്ണിയുടെ അഴക് വർദ്ധിപ്പിക്കുക. നല്ല കുറുമ്പൻ ഒരു ഉണ്ണിക്കുട്ടനാണ്. യോഗീശ്വരനായ കൃഷ്ണൻ്റെ ബാലഭാവത്തെയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. കണ്ണൻ്റെ കയ്യിൽ വെണ്ണയുരുളിയുണ്ട്, ഓടക്കുഴലുണ്ട്. രണ്ടും മാറോട് ചേർത്തിട്ടാണ് ഉണ്ണി നിൽക്കുന്നത്. ഇത് രണ്ടും എനിക്ക് സ്വന്തമാണ്, ആർക്കും തരില്ല എന്നുള്ള കൊച്ചുകുട്ടിയുടെ വാശിയും കുറുമ്പും ഉള്ള ഭാവത്തിലാണ് ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. ഭക്തന്റെ ഉരുകിയ ഹൃദയമാണ് വെണ്ണ. ആ ശുദ്ധമായ ഭക്തിയെ ഭഗവാൻ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കണു എന്നാണ് ഈ കാണിക്കുന്നത്. ശൂന്യായ മുളന്തണ്ടിൽ സംഗീതം നിറയ്ക്കുന്നത് പോലെ അഹങ്കാരമില്ലാത്ത ഭക്തന്റെ ഉള്ളിൽ ഭഗവാൻ പ്രണവനാദം നിറയ്ക്കണു എന്നാണ്. ഈ 2 കാര്യങ്ങളും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് ഭഗവാൻ നമുക്ക് കാട്ടിത്തരാണ്. രണ്ടും മാറോട് ചേർത്ത് പിടിച്ചിട്ട്. അല്പം കുറുമ്പുണ്ടെങ്കിലും ഭക്തരോടുള്ള വാത്സല്യം ഭഗവാന്റെ ആ മന്ദഹാസത്തിലുണ്ട്. ആ നോട്ടം നമ്മളോട് പറയുന്നത് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് തന്നെയാണ്. കഴുത്തിൽ സ്വർണ്ണ വളയങ്ങളും മാറിലിങ്ങനെ പതക്കം ചാർത്തിയ മാലകളും ഒക്കെ ഉണ്ട്. കൈകളിലും തോളുകളിലും ഒക്കെ വജ്രശോഭയുള്ള വളകൾ ചാർത്തിയിരുന്നു. നെറ്റിയിൽ സ്വർണ്ണഗോപി ജ്ഞാനസ്വരൂപത്തെ വിളിച്ചോതുന്ന രീതിയിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. പൊന്നിൻ കിരീടത്തിന് മുകളിലായിട്ട് അതീവ ഭംഗിയോടെ ഉണ്ടാക്കിയിട്ടുള്ള 2 തിരുമുടി മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. ഒന്ന് വെളുത്ത നന്ദ്യാവട്ടവും ചുവന്ന തെച്ചിപ്പൂക്കളും ഇടകലർത്തി കെട്ടിയ മാലകളാണ്. കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന വിശേഷപ്പെട്ട ഉണ്ടമാലകളാണ്. താമരപ്പൂക്കൾ മാത്രമായിട്ട് കോർത്തിട്ടുള്ള ഒരു മാലയും തുളസിയും തെച്ചിയും താമരയും കൂടി ചേർത്തിട്ട് കോർത്തിട്ടുള്ള വേറൊരു ഉണ്ടമാലയും കൂടി ഭഗവാന്റെ ശ്യാമവർണ്ണത്തിന് വെളിച്ചം തരുന്ന രീതിയിലാണ് ചാർത്തിയിട്ടുള്ളത്. ഇതൊരു അനുഭവം തന്നെയാണ്, വെറൊരു കാഴ്ചയല്ല, അനുഭവമാണ് എന്നാണ് പറയാനുള്ളത്. ഭഗവാൻ തൻ്റെ ഭക്തർക്കായിട്ട് കാത്തുവച്ചിരിക്കുന്ന കരുണയുടെ കടലാണിത്. ഗുരുവായൂരപ്പ കാൺമീലയോ ഗോപിക തൻ മനോജ്ഞ പൊന്മേനിയിൽ കൺമിഴിപ്പാതി മാത്രം എന്ന് പറയില്ലേ, ആ ഒരു വരികൾ നമുക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ തൃപ്പാദങ്ങളിൽ നമുക്ക് സർവവും സമർപ്പിക്കാം. ആ കയ്യിലെ വെണ്ണ നമ്മുടെ ഹൃദയവും ഓടക്കുഴൽ പോലെ ഭഗവാന് പ്രാണനാണ്, ഭഗവാന്റെ സ്വന്തമായി തീരട്ടെ എന്നാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.